Namah Shivaya. ഹലോ, സോ വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. വ്ളോഗ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 2-3 വർഷമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ എന്താ പറയുക, ഒരു മോട്ടിവേഷൻ കാരണം ഒന്നും കൂടി വീഡിയോ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മളിന്ന് വന്നിരിക്കുന്നത് ന്യൂസിലാൻഡിൽ തിയറി ടെസ്റ്റ്, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ തിയറി ടെസ്റ്റ്, പ്രാക്ടിക്കൽ ടെസ്റ്റ് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കിട്ടാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ എനിക്ക് തോന്നുന്നു ഒത്തിരി ഹെൽപ്ഫുൾ ആവും തോന്നുന്നു. നമുക്ക് ആദ്യം തിയറി ടെസ്റ്റിനെ കുറിച്ച് സംസാരിക്കാം അല്ലേ. ഇവിടെ ലൈസൻസിന് വേണ്ടി മിക്കവരും നാട്ടിൽ ലൈസൻസ് ഉള്ളവരായിരിക്കും. അതല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിൽ നിന്നോ ഇങ്ങോട്ട് മൂവ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അവിടുത്തെ ലൈസൻസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ലൈസൻസ് കൺവെർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള എ സെൻറ്റർ ലൊക്കേഷൻസ് നോക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട്, നമ്മുടെ ഒറിജിനൽ ഇന്ത്യൻ ലൈസൻസ് അല്ലെങ്കിൽ മറ്റുള്ള കൺട്രി ലൈസൻസ് ഏതാണെന്ന് വെച്ചാൽ അത്, പിന്നെ അവിടെ നിന്ന് നമുക്കൊരു ആപ്ലിക്കേഷൻ കിട്ടും. അതുമായിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുക, അവിടെ നിന്ന് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. നമുക്ക് $52 ഫീസ്, ആപ്ലിക്കേഷൻ ഫീസ് അവിടെ ഉണ്ട്. പിന്നെ തിയറി ടെസ്റ്റിന് വേണ്ടിയിട്ട് $45 വരുന്നത്. തിയറി ടെസ്റ്റിന് ഒരു ടെസ്റ്റ് നമ്മൾ ഫെയിലായാൽ അടുത്ത ടെസ്റ്റിനും ഈ 45 പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മേക്ക് ഷുവർ നമ്മൾ ടെസ്റ്റ് എടുക്കാനായിട്ട് പോകുമ്പോൾ, തിയറി ടെസ്റ്റ് എടുക്കാനായിട്ട് പോകുമ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകുക. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ച് ഞാൻ ഇനി പറയാം. തിയറി ടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് എ സെൻറ്ററിൻ്റെ തന്നെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ $20 കൊടുത്ത് തിയറി ടെസ്റ്റിൻ്റെ ഒരു ബുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അതിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. സിഗ്നൽസ്, പിന്നെ ഇവിടുത്തെ ട്രാഫിക് ബിഹേവിയർ, ലൈൻ ചേഞ്ച്, അതിൻ്റെ എല്ലാത്തിൻ്റെ ഗിവ് വേ റൂൾസിൻ്റെ, അങ്ങനെ ഒത്തിരി ഡീറ്റെയിൽസ് ഉള്ള ഒരു ബുക്കുണ്ട്. അപ്പോൾ $20 മുടക്കി നമുക്കത് വാങ്ങിക്കാം. പക്ഷേ ഞാനത് വാങ്ങിച്ചില്ലായിരുന്നു. അതിന് പകരമായിട്ട് ഞാൻ ഓൺലൈനിൽ തന്നെ ഇരുന്നിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തു. കൂടാതെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒരുപാട് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ന്യൂസിലാൻഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ് ന്യൂസിലാൻഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കീവേഡ്സ് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ പല ആപ്ലിക്കേഷൻസ് കിട്ടും. ഞാൻ അതിൽ നിന്ന് 2-3 ആപ്ലിക്കേഷൻസ് എടുത്തിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം റെഫർ ചെയ്തിരുന്നു. ഈ ആപ്ലിക്കേഷൻസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൽ മോക്ക് തിയറി ടെസ്റ്റുകളുണ്ട്. നമുക്കൊരു ടെസ്റ്റ് അടിച്ച് നോക്കാം ആപ്ലിക്കേഷനിൽ. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻറ്റ് കിട്ടും എങ്ങനെയാണ് ഈ ടെസ്റ്റ് വരുന്നതെന്നുള്ളതിൻ്റെ ഒക്കെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തിയറി ടെസ്റ്റ് എടുക്കാനായിട്ട് പറ്റും. തിയറി ടെസ്റ്റിൽ 35 ക്വസ്റ്റ്യൻസ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡിട്ട് അവർ ചോദിക്കുക. നമ്മൾ ഓരോന്ന് ആൻസർ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ 35 ക്വസ്റ്റ്യൻസിൽ 32 മിനിമം ശരിയായിരിക്കണം. അതായത് 3 തെറ്റിയാൽ കുഴപ്പമില്ല. 3 മുകളിൽ 4 തെറ്റിയാൽ ഇമ്മീഡിയറ്റ് ഫെയിലാണ്. പക്ഷെ നമുക്ക് അപ്പോഴും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഒരു തവണ ട്രൈ ചെയ്തു, നമുക്കൊരു 4 തെറ്റി എന്ന് പറഞ്ഞിട്ട് ചെറിയ എണീച്ച് പോരെഴുതാനും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടി ചുമ്മാ അറ്റൻഡ് ചെയ്യുക, നമ്മളത് മനസ്സിലാക്കി വയ്ക്കുക. ഒരു തവണ തോറ്റാലും കുഴപ്പമില്ല, അടുത്ത തവണ ഒരു $45 മുടക്കി കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്തിട്ട് അതൊന്ന് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. തിയറി ടെസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് എളുപ്പമായിട്ട് കിട്ടിയിരിക്കും. തിയറി ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഗൂഗിളിൽ ന്യൂസിലാൻഡ് ഡ്രൈവിംഗ് പ്രാക്ടിക്കൽ ടെസ്റ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് കിട്ടും. ഡയറക്റ്റായിട്ട് നമുക്ക് തിയറി ടെസ്റ്റിൽ അവരവിടുന്ന് തരുന്ന ഒരു സ്ലിപ്പ് ഉണ്ട്. അതിൽ നമ്മുടെ ഒരു ലൈസൻസ് നമ്പറും കൂടി വെച്ചിട്ട് തരുന്നത്. അത് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അത് ലോഗിൻ ചെയ്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഡേറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ കിട്ടാനായിട്ട്. പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ ഡേറ്റ് 1 മാസമോ 2 മാസമോ ഒക്കെ മുന്നോട്ടാണ് ഡേറ്റ് കിട്ടാറ് ഇവിടെ. പക്ഷേ ബൈ ലക്ക് നമുക്ക് ആരെങ്കിലുമൊക്കെ ക്യാൻസൽ ചെയ്ത സ്ലോട്ട് ചിലപ്പോൾ അവൈലബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്തേക്കാം. അത് ഇമ്മീഡിയറ്റ് ഡേറ്റ് ആണെങ്കിലും നിങ്ങൾ പ്രിപ്പയർഡ് അല്ലെങ്കിൽ പോലും നിങ്ങൾ എടുത്തേക്കാം. കാരണം പ്രാക്ടിക്കൽ ടെസ്റ്റിന് നമുക്ക് കാര്യമായി പ്രിപ്പറേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. 1-2 ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രാക്ടിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വേണ്ടത് ക്ഷമയാണ്. കാരണം അവരെ ഒരു എന്താ പറയുക, പുതിയൊരാൾ വണ്ടി എടുക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതുപോലെയാണ് അവർ നമ്മളെ അസസ് ചെയ്യുക. അതായത് നമ്മൾ ഹാൻഡിൽ പിടിക്കുമ്പോൾ, സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ ഒറ്റക്കൈയിൽ പിടിക്കുന്നതൊക്കെ തെറ്റാണ്. അപ്പോൾ 1 by 1 ആയിട്ട് ഞാൻ പറയാം. സ്റ്റിയറിംഗ് നമ്മൾ എപ്പോഴും 2 കൈ കൊണ്ട് മാത്രം യൂസ് ചെയ്യുക. സ്പീഡ് ലിമിറ്റ്, റോഡിൻ്റെ സ്പീഡ് ലിമിറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ സ്കൂൾ സോൺ ഉണ്ടാവും 40-ൽ പോകേണ്ടത്, ചിലപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സോണുകൾ ഉണ്ടാവും 30 സ്പീഡിൽ പോകേണ്ടത്. അപ്പോൾ ഈ ബോർഡുകൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ചിലപ്പോൾ ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ടെൻഷനിൽ ആ ബോർഡുകൾ നോക്കിക്കൊള്ളണമെന്നില്ല.
അപ്പോൾ ആ ഒരു എറർ മതി ചിലപ്പോൾ നമ്മളെ ഫെയിലാക്കാനായിട്ട്. അപ്പോൾ വളരെ സ്ലോ ആയിട്ട് എപ്പോഴും നമ്മുടെ കണ്ണ് റോഡിലും ബോർഡുകളിലും വാച്ച് ചെയ്തുകൊണ്ട് മാത്രം വണ്ടി ഓടിക്കുക. സ്കൂൾ സോൺ കാണും, കൺസ്ട്രക്ഷൻ സോൺസ് കാണും, അതുപോലെ അല്ലാതെ 50 കിലോമീറ്റർ സ്പീഡിൽ പോവാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡുകൾ കാണും. അപ്പോൾ അവിടെയെല്ലാം പ്രോപ്പറായിട്ട് ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക. 50 ഉണ്ടെങ്കിൽ 50-ന് താഴെ ഒരു 45-46 മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ 30-40 ആണെങ്കിലും ഒരിക്കലും അതിന് മുകളിൽ പോവാതിരിക്കുക, താഴെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അനാവശ്യമായിട്ട് സ്ലോ സ്പീഡിലും പോവാതിരിക്കുക, അതും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. മറ്റൊരു കാര്യം, റൗണ്ട് അബൌട്ട്, അതുപോലെ പെഡസ്ട്രിയൻ ക്രോസിങ്ങുകൾ, ഇതെല്ലാം ഈ ടേണിങ്ങുകൾ അതെല്ലാം അവർ ശ്രദ്ധിക്കും. ഇപ്പോൾ സ്റ്റോപ്പ് ബോർഡ് വെച്ചിട്ടുള്ള ടേണിങ്ങിൽ നമ്മൾ നിർബന്ധമായിട്ടും സ്റ്റോപ്പ് ചെയ്തിരിക്കണം. റൗണ്ട് അബൌട്ടിൽ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ അല്ലെങ്കിൽ യു ടേൺ ആണോ, ഇതെല്ലാം എടുപ്പിക്കും. ഇതെല്ലാം എടുക്കുമ്പോൾ നമ്മൾ സിഗ്നൽ ചെയ്യാനായിട്ട്, അതായത് ഇപ്പോൾ റൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, റൈറ്റിലേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് റൈറ്റിലേക്കുള്ള തിരിയുമ്പോൾ അത് ലെഫ്റ്റ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങുക. അതുപോലെ യു ടേൺ എടുക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി റൈറ്റ് ഇൻഡിക്കേറ്റർ ഓൺ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ വൺസ് എക്സിറ്റ് ആവുന്ന സമയത്ത് സിഗ്നൽ കൃത്യമായി ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്ട്രേറ്റ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ റൗണ്ട് അബൌട്ടിൽ എൻ്റർ ചെയ്യുമ്പോൾ സിഗ്നലിൻ്റെ ആവശ്യമില്ല. പക്ഷേ എൻ്റർ ചെയ്ത് സ്ട്രേറ്റിലേക്കുള്ള എക്സിറ്റ് നമ്മൾ എടുക്കുമ്പോൾ, അതായത് സെക്കൻഡ് എക്സിറ്റ്, നമ്മൾ സ്ട്രേറ്റിലേക്കുള്ള എക്സിറ്റ് നമ്മൾ എടുക്കുമ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൃത്യമായും ഓൺ ആയിരിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാവാം, പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഇൻഡിക്കേറ്റർ ക്രൈറ്റീരിയാസ് ഫോർ റൗണ്ട് അബൌട്ട്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പിക്ചറൈസേഷൻ നമുക്ക് കിട്ടും. എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ പിക്ചർ വെച്ച്, ഫോട്ടോ വെച്ചിട്ടുള്ള ഇൻഡിക്കേറ്റർ പിക്ചേഴ്സ് കിട്ടും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. മറ്റൊരു കാര്യം എന്നുള്ളത് പെഡസ്ട്രിയൻ ക്രോസിങ് നിർബന്ധമായും അവിടെ ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കണം. ഇനി ആൾ വെയിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായും അത് എടുത്തുകൊണ്ട് പോവാം. മറ്റൊരു കാര്യം, മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പെഡസ്ട്രിയൻ ക്രോസിങ്ങിലേക്ക് ആള് ദൂരെ നിന്ന് നടന്നു വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കുകയാണ് ടെസ്റ്റ് അല്ലേ, എന്നാൽ പിന്നെ കുറച്ചു നേരം നിർത്തിയിട്ട് അവരെ കടത്തി വിട്ടേക്കാം എന്ന് നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമില്ല. കാരണം അനാവശ്യം ആയിട്ട് നമ്മൾ ബാക്കിയുള്ള വണ്ടിക്കാരുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. അപ്പോൾ ടെസ്റ്റ് ആണെങ്കിലും നമ്മൾ അനാവശ്യമായിട്ട് സമയം നഷ്ടപ്പെടുത്താതെ ആവശ്യമുണ്ടെങ്കിൽ പെഡസ്ട്രിയൻ നിർത്തുക, ആവശ്യമില്ലെങ്കിൽ വണ്ടി എടുത്ത് മുന്നോട്ട് പോവുക. ഇൻഡിക്കേറ്റേഴ്സ് കൃത്യമായി പാലിക്കുക. ഇനി അടുത്തതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇന്നാണ് അപ്പോയിൻമെന്റ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇന്ന് കാലത്ത് ഒരു 10 മണിക്കോ 11 മണിക്കോ നമുക്ക് അപ്പോയിൻമെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാലത്ത് എണീക്കുമ്പോൾ മുതൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഒന്നും കൂടി ഈ റൗണ്ട് അബൌട്ട്സിന്റെ റൂളൊക്കെ ഒന്ന് ഗൂഗിളിൽ നോക്കുക. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും ഇതാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി നമ്മൾ കാലത്ത് വണ്ടി വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് മറ്റുള്ള ഞാൻ ദുബായ് ലൈസൻസ് എടുത്തപ്പോഴെല്ലാം നമ്മൾ അവരുടെ വണ്ടിയാണ് ഓടിച്ച ലൈസൻസ് നമ്മൾ എടുത്തത്. ഇവിടെ നമുക്ക് എന്തായാലും ഇവിടെ വരുന്ന മിക്കവർക്കും സ്വന്തമായിട്ടൊരു വണ്ടിയൊക്കെ ഉണ്ടാവും. നാട്ടിൽ ലൈസൻസ് ഉള്ളവർക്ക് ഇവിടെ നേരിട്ട് വന്ന് വണ്ടി ഓടിക്കാം. അതുകൊണ്ട് മിക്കവരും ഒരു കാറ് ഇവിടെ വന്നാൽ ഫസ്റ്റ് തന്നെ എടുക്കും. 1 വർഷം വരെ നമുക്ക് ആ നാട്ടിലെ ലൈസൻസ് വെച്ചിട്ടോ മിഡിൽ ഈസ്റ്റ് ലൈസൻസ് വെച്ചിട്ടോ ഒക്കെ നമുക്ക് ഓടിക്കാം. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ കാറുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, വണ്ടി നമ്മൾ കാലത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ നമ്മൾ ടെസ്റ്റ് തുടങ്ങി എന്ന് മൈൻഡിലൊന്നും ആലോചിക്കുക. അതായത് കാലത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ വീടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, സിഗ്നൽ ഇട്ടു, ഷോൾഡർ ചെക്ക് ചെയ്തു, ലെഫ്റ്റിലേക്കാണെങ്കിൽ ലെഫ്റ്റ് ഷോൾഡർ ചെക്ക്, റൈറ്റ് ആണെങ്കിൽ റൈറ്റ് ഷോൾഡർ ചെക്ക് ചെയ്തു, കൃത്യമായി പുറത്തേക്ക് ഇറങ്ങുക. നമ്മുടെ വീടിനടുത്തുള്ള റോഡ് 40 ആയിക്കോട്ടെ, 50 ആയിക്കോട്ടെ, 30 ആയിക്കോട്ടെ, അതേ സ്പീഡ് ലെവൽ തന്നെ കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് നമ്മൾ മാക്സിമം നോക്കുക. മാക്സിമം അല്ല, 100% നോക്കുക. അതുപോലെ തന്നെ വീടിന് പുറത്ത് നമ്മൾ ഇറങ്ങി മെയിൻ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിൽ ഉള്ള വണ്ടിയായിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യുക. അതായത് ഇവിടെ നമുക്ക് 3 സെക്കൻഡ് റൂള്, അല്ലെങ്കിൽ മഴ അല്ലെങ്കിൽ ഫോഗുള്ള കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ 4 സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. അത്രയും ഡിസ്റ്റൻസ് 3 സെക്കൻഡ്സിൻ്റെയോ അല്ലെങ്കിൽ 4 സെക്കൻഡ്സിൻ്റെയോ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്റ്റൻസ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് നമ്മൾ കീപ്പ് ചെയ്യുക. ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്പെക്ടർ വന്ന് നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല. അന്നേ ദിവസം കാലത്ത് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മളൊരു ടെസ്റ്റിലാണ് എന്നുള്ളത് മനസ്സിൽ എന്താ പറയുക, ഒന്ന് ഇമാജിൻ ചെയ്തിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്നുള്ളത്, നമ്മുടെ ടെസ്റ്റ് എടുക്കാനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സെൻറ്റർ നമ്മുടെ വീടിനടുത്തുള്ള സെൻറ്റർ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ വീടിനടുത്തുള്ള സെൻറ്ററിൽ നമ്മൾ കുറഞ്ഞത് ഒരു 1/2 മണിക്കൂർ മുമ്പെങ്കിലും എത്തിച്ചേരുക.
വണ്ടിയിൽ പെട്രോൾ കൃത്യമായി ഇല്ലെന്നും കൂടി ചെക്ക് ചെയ്യുക. കാരണം ഏകദേശം 20 മിനിറ്റോളം അവർ നമ്മളെ റോട്ടിൽ വണ്ടി ഓടിപ്പിക്കും. പല പല സിറ്റുവേഷൻ, റൗണ്ട് ബോട്ടും പെഡസ്ട്രിയൻസും അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷനിൽ കൂടെ അവർ നമ്മളെ വണ്ടി ഓടിപ്പിക്കും. അപ്പോൾ വണ്ടിയിൽ എനഫ് പെട്രോൾ ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. അവരത് ചെക്ക് ചെയ്യുന്നുണ്ട്. കുറവാണെങ്കിൽ മാത്രമാണ് അവർ പറയത്തുള്ളൂ. അപ്പോൾ ഹാഫ് ടാങ്ക് പെട്രോളൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും പറയത്തില്ല. നമ്മൾ ഏറ്റവും താഴെയുള്ള പോയിന്റിൽ അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. പിന്നെ നമ്മൾ സെൻറ്ററിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഇൻസ്പെക്ടർ നമ്മുടെ ഫോട്ടോ ID ചെക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടായിരിക്കുക. പാസ്പോർട്ട് വെച്ചിട്ട് അവർ ചെക്ക് ചെയ്യും. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ടെമ്പററി ലൈസൻസ് ഉണ്ട്. അതായത് നമ്മൾ ലേണിംഗ് കഴിഞ്ഞിട്ടാണല്ലോ പോകുന്നത്, ലേണിംഗ് തിയറി ടെസ്റ്റ് കഴിഞ്ഞിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ലേണിംഗ് തിയറി ടെസ്റ്റ് നമുക്ക് അവിടുത്തെ ഒരു ടെമ്പററി സ്ലിപ്പ് തരും. അതും നിർബന്ധമായിട്ടും കയ്യിൽ വയ്ക്കുക. ഇനി അതല്ല, നമുക്ക് ലേണിംഗ് ടെസ്റ്റ് പോസ്റ്റ് വഴിയായിട്ടൊരു പേപ്പർ വരാറുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായിട്ട് ചെല്ലുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഇപ്പോൾ ഇൻസ്പെക്ടറെ കണ്ടു. ആൾ ഫോട്ടോ ID ഒക്കെ ചെക്ക് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആള് നമ്മുടെ വണ്ടി ചെക്ക് ചെയ്യും. അതായത് നമ്മുടെ വണ്ടിയിൽ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ, ഹെഡ്ലൈറ്റ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ, ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ, ബാക്കിൽ ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ, ഈ വക കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. അതുപോലെ ഇവിടെ വണ്ടിയുടെ ഫിറ്റ്നസ് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇതാണ് വണ്ടിയുടെ ഫിറ്റ്നസ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ വണ്ടി ഓടിക്കാനുള്ള ഹെൽത്തി ആണെന്ന് കാണിക്കുന്ന ഒരു ഫിറ്റ്നസ് സ്റ്റാമ്പാണ് ആ വിൻഡ്ഷീൽഡും നമ്മുടെ ഗ്ലാസ്സും ഒട്ടിച്ച് വച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ വണ്ടി തുറയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഈർപ്പം കൊണ്ട് എങ്ങാനും ഈ സ്റ്റിക്കർ പൊളിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് കൃത്യമായി നോക്കുക. ഈ സ്റ്റിക്കർ ഇല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കൊണ്ട് ടെസ്റ്റ് എടുപ്പിക്കില്ല. അപ്പോൾ സ്റ്റിക്കർ ഉണ്ടോ എന്നും ഉള്ള സ്റ്റിക്കർ കൃത്യമായി അതിൻ്റെ വാലിഡിറ്റി അറിയാൻ പറ്റുന്ന പാകത്തിലാണോ എന്നുള്ളതും നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ നേരെ ടെസ്റ്റിന് കയറുക. നമ്മൾ കോൺഷ്യസ് ആയിരിക്കുക, പക്ഷെ ഓവർ കോൺഷ്യസ് ആവാതിരിക്കുക. ഓവർ കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ആക്ഷൻസ് ഭയങ്കര സ്ലോ ആവും. അപ്പോൾ പെഡസ്ട്രിയൻ ക്രോസിംഗ് ആയിക്കോട്ടെ, റൗണ്ട് അബൌട്ട്സ് ആയിക്കോട്ടെ, അവിടെയൊക്കെ നമുക്ക് ഡിലേ വരുന്നത് അവർ ഫോൾട്ടായിട്ടാണ് കാണത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കാലത്ത് നമ്മൾ എണീച്ച് വണ്ടി എടുത്ത് അവിടെ എത്തി ടെസ്റ്റിന് കയറി, ടെസ്റ്റിന് നമ്മൾ ഇതേ കോൺഷ്യസിൽ തന്നെ ഇതേ റൂൾസ് കാര്യങ്ങൾ തന്നെ നോക്കി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. ഇനി എന്തെങ്കിലും കാരണവശാൽ നമുക്ക് കിട്ടിയില്ല, നമ്മൾ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ തളരരുത്. കാരണം 2 അല്ലെങ്കിൽ 3 മിസ്റ്റേക്ക് വരെ, മൈനർ മിസ്റ്റേക്കുകളൊക്കെ അവർ ആക്സെപ്റ്റ് ചെയ്യും, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയും. അപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നു എന്ന് കണ്ടിട്ട്, നമുക്കത് മനസ്സിലായി എന്ന് കണ്ടിട്ട് പിന്നീടുള്ള വണ്ടി ഓടിക്കൽ അലസമായിട്ട് ഓടിച്ച് കുളമാക്കരുത്. കാരണം നമുക്കിതെല്ലാം കഴിഞ്ഞ് വണ്ടിയെല്ലാം ഓടിച്ച് കഴിഞ്ഞിട്ട് അവർ തന്നെ നമ്മളോട് പറയും, നിങ്ങൾ 2 മിസ്റ്റേക്ക് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ അവരോട് പറയുകയാണ്, അത് ഞാൻ അടുത്ത തവണ അത് റിപ്പീറ്റ് ചെയ്യത്തില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഒന്നുകിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വണ്ടി ഓടിച്ച ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ യൂറോപ്പ് കൺട്രീസിലൊക്കെ വണ്ടി ഓടിച്ച ആൾക്കാരുണ്ടാവാം. അപ്പോൾ അവരത് കൺസിഡർ ചെയ്യും. ഓക്കെ, നീ നാട്ടിൽ ഇത്ര നാൾ വണ്ടി ഓടിച്ചല്ലേ, നിനക്കപ്പോൾ 2 മിസ്റ്റേക്ക് ഉള്ളൂ, ഓക്കെ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ കൺസിഡർ ചെയ്യാം. ചില കേസുകളിൽ എന്താ പറയുക, നമ്മുടെ ഒരു സംസാരത്തിൽ കോൺഫിഡൻസിൽ ഇപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിരുന്നു, പക്ഷേ എനിക്കതൊരു ഓടിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങനെ ആയിപ്പോയതാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക. നമ്മുടെ ഇൻസ്പെക്ടർ ചിലപ്പോൾ ഇവിടുത്തെ ഇംഗ്ലീഷുകാരായിരിക്കാം, ചിലപ്പോൾ ഇവിടെ ഒത്തിരി വർഷങ്ങളായിട്ട് ഇവിടെയുള്ള ഇന്ത്യൻസ് ആയിരിക്കാം. ആരായാലും സംസാരിക്കുമ്പോൾ പേടിക്കരുത്, നല്ല രീതിയിൽ അവരോട് പൊളൈറ്റ്ലി സംസാരിക്കുക. മിസ്റ്റേക്ക് വന്നെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ പാനിക്കായി മണ്ടത്തരങ്ങൾ കാണിച്ച് പിന്നെ നമ്മുടെ എന്താ പറയുക വിട്ട് കളയരുത്, ഗിവപ്പ് ചെയ്ത് കളയരുത്. ഓടിക്കുക, ധൈര്യമായിട്ട് പിന്നെ ഓടിക്കുക. എത്ര മിസ്റ്റേക്ക് വന്നോട്ടെ, പിന്നെ നിങ്ങൾ നിങ്ങളുടെ കോൺഷ്യസ് ലെവൽ തളരാതെ മുന്നോട്ട് തന്നെ ഓടിക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഞാൻ എല്ലാ മാറ്ററും ക്ലിയർ ചെയ്തു എന്ന്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് തിയറി ടെസ്റ്റ് കഴിഞ്ഞ് അന്ന് തന്നെ പ്രാക്ടിക്കലിൻ്റെ ബുക്കിംഗ് ഞാൻ ട്രൈ ചെയ്തു ഓൺലൈനിൽ. തൊട്ടടുത്ത ദിവസത്തേക്ക് പ്രാക്ടിക്കൽ കിട്ടി. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കി കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ വണ്ടിയിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ടെസ്റ്റിന് പോലെ ഞാനൊന്ന് മോക്ക് പോലെ ഇമാജിൻ ചെയ്ത് പോയത് കൊണ്ടായിരിക്കാം എൻ്റെ കോൺഷ്യസ് ലെവൽ അത്രയും ഹൈ ആയിരുന്നു, കോൺഫിഡൻസ് ലെവലും ഹൈ ആയിരുന്നു. ഫസ്റ്റ് ടെസ്റ്റിന് കിട്ടി, ദൈവം സഹായിച്ച്. അപ്പോൾ നിങ്ങളിതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അങ്ങനെ ഫോളോ ചെയ്തിട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, അപ്പോൾ എനിക്ക് സന്തോഷമാവും. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു. ടെസ്റ്റ് പാസ്സായതിന് വേണ്ടിയിട്ടേ ഒരു വൈൻ പൊട്ടിക്കാന്ന് വെച്ചു. നമുക്ക് വൈഫിന് കൊണ്ടുപോയി വൈൻ കൊടുക്കാം, എന്താ റിയാക്ഷൻ നോക്കാം.
കുഞ്ഞാ യെസ് താങ്ക് യു. Namah Shivaya.